ഇന്നത്തെ 3 ചോദ്യങ്ങൾ. 1. കഞ്ഞിവെള്ളം കൊണ്ട് വുളു ചെയ്യാൻ സാധിക്കുമോ? 2. വുളുവിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം കൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റുമോ? 3. ചെറിയൊരു ബക്കറ്റ് വെള്ളത്തിൽ കുട്ടി മൂത്രയിച്ചാൽ ആ വെള്ളം ശുദ്ധിയാക്കാൻ വല്ല വകുപ്പുമുണ്ടോ? നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി ചുരുക്കി പറയാം. നജസിനെ വൃത്തിയാക്കാനും 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവാനും മാഉൻ മുത്ലക്ക് അത്യാവശ്യമാണ്. അഥവാ മറ്റുള്ള വിശേഷണങ്ങളൊന്നും ചേർത്തി പറയാതെ വെള്ളം എന്ന് പറയാൻ പറ്റണം. കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം ഇതുപോലത്തതൊന്നും ശുദ്ധീകരണത്തിന് പറ്റിയതല്ല. വെള്ളം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ചേർത്തിക്കൊണ്ട് കടലിലെ വെള്ളം, കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം എന്നൊക്കെ പറയലുകൊണ്ട് മാഉൻ മുത്ലക്കല്ലാതാവുന്നില്ല. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വെള്ളം 2 കുല്ലത്തിനേക്കാൾ താഴെയാണെങ്കിൽ പിന്നീട് അത് പുനരുപയോഗത്തിന് പറ്റുന്നതല്ല. ഇനി 3ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. കുട്ടിയുടെ മൂത്രം എന്നല്ല, നജസായ വെള്ളമാവട്ടെ, ഒരു വട്ടം ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച വെള്ളമാവട്ടെ, ആ വെള്ളം 2 കുല്ലത്തിനേക്കാൾ മുകളിൽ വരുന്ന അഥവാ 191 ലിറ്ററിനേക്കാൾ മുകളിൽ വരുന്ന വെള്ളത്തിലേക്ക് കൂട്ടിച്ചേർക്കൽ കൊണ്ട് നിറത്തിലോ മണത്തിലോ രുചിയിലോ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ളതാണ്.